ഹലോ കൂട്ടുകാരെ, നമ്മുടെ വായിൽ വ്യത്യസ്ത രുചികളുടെ മസാലകളുടെ സൂക്ഷ്മമായ മിശ്രിതമാണ് തട്ടുകട ചിക്കൻ ഫ്രൈ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തട്ടുകട ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ സീക്രട്ടും മസാലകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ മസാലയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു 20 ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി 20 എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ മുളകാണ്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല കളറ് കിട്ടും. കാശ്മീരിയാണ്, ചെറിയൊരു എരിവുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, കളറ് കിട്ടാൻ വേണ്ടിയാണ്. മറ്റേ മുളക് ചേർത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ചേർക്കുന്നത് സോയാ സോസാണ്. പിന്നെ ചേർക്കുന്നത് വിനീഗറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് എടുത്തിട്ട് വരാം, അഥവാ അരച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ അരച്ച നമ്മുടെ കൂട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്, നല്ല മൊരുമൊരുപ്പും കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മുടെ ചിക്കൻ, ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വലിയ പീസായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ തട്ടുകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വലിയ പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, പിന്നെ ഒരു മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചേർക്കുന്ന കോൺഫ്ലോറാണ്. കോൺഫ്ലവർ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് മാക്സിമം 1 ഹവറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം നല്ലതുപോലെ പിടിച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് നല്ല ആ പുളിയും എരിവും എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കത് ഞാനിവിടെ ഒരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല മുരാന്ന് വറുത്തെടുക്കാൻ പോകണം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക. എന്നാൽ മാത്രമേ നല്ല നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന പോലെ നല്ല മൊരുതായിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 3-4 പീസ് ഇട്ട് കൊടുത്ത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് കളർ നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഇട്ടിരുന്ന ആ ചിക്കൻ വറുത്ത് നല്ല മുരുമരാന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ അങ്ങനെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത്, നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും. ഇത് മൊത്തത്തിലാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഞാനിവിടെ കീറാതെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പച്ചമുളകാണെങ്കിൽ കീറിയിട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ പൊക്കത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് ലാസ്റ്റ് വരുന്നൊരു മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് വറുത്തെടുത്ത് അതിൻ്റെ പൊക്കത്തോട് ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ റെഡി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.